നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട്ടെ വോട്ട് ചോർച്ച, BJP BDJS ബന്ധത്തിൽ വിള്ളൽ, ആരോപണത്തിൽ നിന്ന് തടിയൂരാനാവാതെ മുസ്ലിം ലീഗ്. തിരൂരിൽ ലീഗ് ആഹ്ലാദ പ്രകടനത്തിനിടെ സുന്നി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവം, 3 ലീഗുകാർ കൂടി അറസ്റ്റിലായി. പിടിയിലായ 7 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. ബാക്കിയുള്ള പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. പെരുമണ്ണയിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ ലീഗ് ആക്രമണം, 5 പേർക്ക് പരിക്ക്. CPI മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. C ദിവാകരനും മുല്ലക്കരയും മന്ത്രിമാരാകില്ല. വോട്ട് ചോർച്ചയിലെ കാരണങ്ങൾ ചികഞ്ഞന്വേഷിച്ച് മുസ്ലിം ലീഗ്. മണ്ഡലം കമ്മിറ്റികൾ തിങ്കളാഴ്ച മുതൽ. പിണറായി വിജയന് മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറുടെ ക്ഷണം. 10 വർഷത്തിനുമേൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് ഗ്രീൻ ട്രിബ്യൂണൽ. തമിഴ്നാട്ടിൽ 500 വിദേശ മദ്യഷാപ്പുകൾ പൂട്ടാൻ ജയലളിത ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന കേശവദേവ് പുതുമനക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനാകാത്തത് യോഗക്ഷേമ സഭ BJP BDJS ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. 30,000-ൽ കുറയാത്ത വോട്ട് നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന NDAക്ക് 2014 ലോക്സഭയിൽ ലഭിച്ച 14,271 വോട്ട് പോലും നേടാനായില്ല. പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലായിരുന്നു NDA. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 10,000 വോട്ടുകൾ തങ്ങൾക്ക് സ്വന്തമായുണ്ടെന്നാണ് BJP അവകാശപ്പെടുന്നത്. BDJSന് മണ്ഡലത്തിൽ 5,150 മെമ്പർഷിപ്പുമുണ്ട്. SNDPക്ക് നിർണായക സ്വാധീനമുള്ള മേഖല കൂടിയാണ് മണ്ണാർക്കാട്. SNDP യൂണിയനിലാകട്ടെ 12,000-ഓളം അംഗങ്ങളാണുള്ളത്. മൊത്തത്തിൽ ലഭിക്കേണ്ടത് 27,000-ലധികം വോട്ട്. എന്നാൽ ലഭിച്ചതാകട്ടെ 10,170 വോട്ട് മാത്രം. അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വിജയമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ശംസുദ്ദീൻ നേടിയതെന്ന് പരക്കെ ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് NDAക്കുള്ളിൽ തന്നെ വോട്ട് ചോർച്ചയെക്കുറിച്ച് ഭിന്നസ്വരങ്ങൾ ഉയർന്നുവരുന്നത്. BJP വോട്ടുകൊണ്ടാണ് ശംസുദ്ദീൻ ജയിച്ചതെന്ന ആരോപണം മറികടക്കാൻ ലീഗും ചേളാരി വിഭാഗവും ഉയർത്തിപ്പിടിച്ചത് 2011-ൽ BJP മണ്ണാർക്കാട് നേടിയത് 5,655 വോട്ടായിരുന്നു എന്നതാണ്. ഈ വർഷം ഇത് 10,000-ൽ എത്തി എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഇതേ മണ്ഡലങ്ങളിൽ 27,000-ഉം 23,000-ഉം ഒക്കെയായി ഉയർന്നു. ഇതേ വോട്ടുകൾ തന്നെയാണ് മണ്ണാർക്കാടും ലഭിക്കേണ്ടിയിരുന്നത്. 30,000 വോട്ടുകളുണ്ടെന്ന് NDA തന്നെ അവകാശപ്പെടുമ്പോൾ BJP വോട്ടുകൾ വാങ്ങിയാണ് വിജയം കൊയ്തതെന്ന ആരോപണത്തിൽ നിന്നും മുസ്ലിം ലീഗിന് രക്ഷപ്പെടാൻ കഴിയില്ല. മണിക്കൂറുകൾ നീണ്ട ഭീകര താണ്ഡവമായിരുന്നു ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് നടത്തിയത്. തിരൂർ മണ്ഡലത്തിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി C മമ്മൂട്ടിയുടെ വിജയാഘോഷത്തിനിടെയായിരുന്നു സുന്നി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണം ഉണ്ടാവുകയും സുന്നി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കലാശിച്ചതും. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മഹല്ല് കമ്മിറ്റി യോഗം കഴിഞ്ഞ് SOS വളവന്നൂർ TK പാറ യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞിപ്പ എന്ന ഹംസക്കുട്ടി വീട്ടിലെത്തിയത്. ഈ സമയം ലീഗിന്റെ ആഹ്ലാദ പ്രകടനം വീട്ടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. 1 മണിക്കൂർ നേരം വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും തെറിയഭിഷേകം നടത്തിയുമായിരുന്നു പ്രകടനം കടന്നുപോയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അക്രമികൾ വീട്ടുമുറ്റത്തേക്ക് ഗുണ്ട് പലതവണ എറിയുകയും വിറകിന് തീപിടിക്കുകയും ചെയ്തിരുന്നു. അത് കണ്ട ഹംസക്കുട്ടി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതോടെ വീട്ടുവളപ്പിൽ കയറി ആക്രമിക്കുകയും ഹൃദ്രോഗിയായ ഹംസക്കുട്ടിയുടെ മുന്നിലിട്ട് ഗുണ്ട് പൊട്ടിക്കുകയുമായിരുന്നു. കലി തീരാത്ത പ്രവർത്തകർ കുഴഞ്ഞുവീണ ഹംസക്കുട്ടിയെ ചവിട്ടിയ ശേഷമായിരുന്നു കടന്നുകളഞ്ഞത്. എന്നാൽ ഇതുകൊണ്ടും തീർന്നിരുന്നില്ല ലീഗ് ഗുണ്ടായസം. ബോധരഹിതനായ ഹംസക്കുട്ടിയുമായി വരമ്പനാല റോഡിലൂടെ കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പ്രകടനക്കാർ ഇവിടെയും തടഞ്ഞു. ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞിട്ടും വഴിമാറാൻ കൂട്ടാക്കിയില്ലെന്നും തിരിച്ച് പാറമൽ റോഡിലൂടെ വളവും തിരിവുമെല്ലാം പിന്നിട്ട് കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സിദ്ദീഖ്, ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. 10 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഹംസക്കുട്ടി ഇന്നും ജീവിക്കുമായിരുന്നെന്ന് ഡോക്ടർമാർ തന്നെ പറയുകയുണ്ടായി. ആശുപത്രിയിലേക്കുള്ള പാതിവഴി പിന്നിട്ടതോടെ ഹംസക്കുട്ടി വെള്ളം ചോദിച്ചു വാങ്ങിയിരുന്നു. പിന്നീട് വാഹനത്തിലുള്ളവർക്ക് കേൾക്കാൻ സാധിച്ചത് ഉച്ചത്തിലുള്ള ദിക്റുകളായിരുന്നു. പിതാവ് നഷ്ടപ്പെട്ടതറിയാതെ ഉപ്പയുടെ വരവും കാത്തിരിക്കുകയാണ് 4 വയസ്സുകാരി ഫാത്തിമ അന്നത്ത്. മറ്റു 3 ആൺമക്കളും വിദ്യാർത്ഥികളാണ്. വീട്ടുവളപ്പിൽ കയറിയാണ് ഉപ്പയെ മർദ്ദിച്ചതെന്നും ഏറെ നേരം വീട്ടിനു മുന്നിൽ തന്നെ പ്രകടനം തമ്പടിച്ചിരുന്നതായും 14-കാരനായ മകൻ ഷഫീഖ് പറയുന്നു.
കണ്ണീർ വാർത്തിരിക്കുന്ന വൃദ്ധ ദമ്പതികളായ ആയിഷുമ്മ, സെയ്ദാലി ഹാജി എന്നിവർക്ക് മകന്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. 10,000-കണക്കിന് സുന്നി പ്രവർത്തകരുടെ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് ഏക ആശ്വാസം പകരുന്നത്. ഹംസക്കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. എന്നാൽ പോലീസിൽ നിന്നും കടുത്ത അനാസ്ഥയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് LDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതോടെയാണ് കേസെടുക്കാനും സംഭവം നടന്ന ദിവസം ഒരാളെ കസ്റ്റഡിയിലെടുക്കാനും തയ്യാറായത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഹംസക്കുട്ടിയുടെയും പ്രദേശത്തെ മറ്റു സുന്നി പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, പ്രതികളോട് മൃദു സമീപനം തുടരുകയാണ് പോലീസ് ചെയ്തിരുന്നത്. വളവന്നൂരിൽ മുസ്ലിം ലീഗ് ആഹ്ലാദ പ്രകടനത്തിനിടെ SYS TK പാറ യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞിപ്പ എന്ന ഹംസക്കുട്ടിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 ലീഗ് പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. ഇതോടെ പിടിയിലായ പ്രതികളുടെ എണ്ണം 7 കന്മനം സ്വദേശി അരയാലിൽ ഷൌക്കത്ത്, ചെറവന്നൂർ അലയാട്ടിൽ മുഹമ്മദ് എന്ന ബാവ, പാറമലങ്ങാടി ആശാരിത്തൊടിയിൽ തസ്ലീം എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കൽപ്പകഞ്ചേരി SI വിശ്വനാഥൻ കാരയിൽ, അഡീഷണൽ SI സുഗീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒടുവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 50 പേരെയും മറ്റു 3 പേരെയും ഇനി പിടികൂടാനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വളാഞ്ചേരി CI അറിയിച്ചു. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ 7 പ്രതികളെയും റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന മുസ്ലിം ലീഗ് ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും ഗുണ്ടേറും തുടർന്ന് നടന്ന ആക്രമണവുമായിരുന്നു സുന്നി പ്രവർത്തകനായ ഹംസക്കുട്ടിയുടെ മരണത്തിനിടയാക്കിയത്. പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയായിരുന്ന സുന്നി പ്രവർത്തകർക്ക് നേരെ മുസ്ലിം ലീഗ് നടത്തിയ ആക്രമണത്തിൽ 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 9ഓടെ പെരുമണ്ണ അങ്ങാടിയിൽ പ്രകടനം നടത്തി പിരിഞ്ഞു പോകുമ്പോഴാണ് പുത്തൂർമഠം പള്ളിക്കു സമീപം വെച്ച് 10ഓളം വരുന്ന ലീഗ് സംഘം സുന്നി പ്രവർത്തകരെ കാരണമില്ലാതെ ആക്രമിച്ചത്. തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ SYS പ്രവർത്തകൻ ഹംസക്കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ഫാസിസത്തിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഇന്നലെ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ കേരള മുസ്ലിം ജമാഅത്ത് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പെരുമണ്ണ കേരള മുസ്ലിം ജമാഅത്ത് SYS സർക്കിൾ കമ്മിറ്റി സംയുക്തമായി പ്രകടനം നടത്തിയത്. നേതാക്കളുടെ ആഹ്വാനപ്രകാരം യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി നടത്തിയ പ്രകടനം കഴിഞ്ഞ് വള്ളിക്കുന്നിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന സുന്നി പ്രവർത്തകരെയാണ് പിന്നീട് വന്ന ലീഗ് പ്രവർത്തകർ ആക്രമിച്ചത്. 10ഓളം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സുന്നി പ്രവർത്തകരെ ആക്രമിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി കുഞ്ഞുമോയി, യൂനുസ്, മുനീർ, ഷംസുദ്ദീൻ, മൂസ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് മീഞ്ചന്ത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ ചികഞ്ഞന്വേഷിക്കുകയാണ് മുസ്ലിം ലീഗ്. മണ്ഡലം കമ്മിറ്റികൾ തിങ്കളാഴ്ച മുതൽ ചേരും. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ ചികഞ്ഞ് മുസ്ലിം ലീഗ്. ഇതിന്റെ ഭാഗമായി പാർട്ടി മണ്ഡലം കമ്മിറ്റികൾ തിങ്കളാഴ്ച മുതൽ ചേരും. തുടർന്ന് ജില്ലാ കമ്മിറ്റികൾ ചേരാനും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്താനും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റ്യാടിയിൽ ലീഗിന് വിജയിക്കാനായെങ്കിലും ഉറച്ച മണ്ഡലങ്ങളായ കൊടുവള്ളിയും തിരുവമ്പാടിയും ഇത്തവണ പാർട്ടിയെ കൈവിട്ടു. മലപ്പുറത്ത് 11 മണ്ഡലങ്ങൾ നിലനിർത്താനായെങ്കിലും വോട്ടുകളിലുണ്ടായ ചോർച്ച പാർട്ടിയെ പിടിച്ചുലച്ചു. വേങ്ങര മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി, മലപ്പുറത്ത് P ഉബൈദുള്ള, അഴീക്കോട് KM ഷാജി എന്നിവർ ഒഴികെയുള്ളവരുടെ മണ്ഡലങ്ങളിൽ സംഭവിച്ച വലിയ തോതിലുള്ള ചോർച്ച പാർട്ടിയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ തവണ മലപ്പുറത്ത് നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ നഷ്ടപ്പെടുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഭൂരിപക്ഷം നിലനിർത്തിയത്. എക്കാലത്തും പാർട്ടിയുടെ കുത്തക മണ്ഡലമായ താനൂരിൽ സംഭവിച്ച പരാജയത്തിൽ നിന്ന് പാർട്ടിക്ക് മുക്തമാകാൻ ഇനിയും നാളുകളെടുക്കും. പൊതുവെയുണ്ടായ ഇടതുകാറ്റിൽ ലീഗിന്റെ തട്ടകങ്ങളും കുലുങ്ങിയെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ചില സീറ്റുകളിൽ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ സമുദായ ബന്ധമുള്ള മറ്റു പാർട്ടികൾ ലീഗിന്റെ മണ്ഡലങ്ങളിൽ സ്വീകരിച്ച പ്രതിപക്ഷ റോളിലുള്ള മത്സരവും വിമർശനങ്ങളും ലീഗിനുണ്ടായ തിരിച്ചടിക്കും വോട്ട് ചോർച്ചയ്ക്കും കാരണമായതായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ലീഗിന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അത്തരം പ്രചരണങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ താനൂർ പോലുള്ള ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകളും ചോർന്നു. 2011 അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം ലീഗിന് 7.5% വോട്ടുകളാണ് ചോർന്നുപോയത്. അതേസമയം LDFന് ജില്ലയിൽ 5.5% വോട്ട് കൂടുതൽ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥിയും ലീഗ് നേതാവുമായ MA റസാഖ് മാസ്റ്ററുടെ പരാജയത്തിൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനെതിരെയും പ്രവർത്തകർക്കെതിരെയും പ്രതിഷേധ പ്രകടനം. കാരാട്ട് റസാഖിനു വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ച ലീഗിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെയും പ്രമുഖരായ പാർട്ടി പ്രവർത്തകർക്കെതിരെയുമാണ് ഒരു വിഭാഗം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി റസാഖ് മാസ്റ്ററുടെ കൂടെ നടന്ന് പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോൾ മാറ്റിക്കുത്തിയ നരയോന്തുകളെ, നിങ്ങൾക്കിവിടെ മാപ്പില്ല, കുടുംബ വോട്ടുകൾ പെട്ടിയിലാക്കി കാരാട്ടിന് കൊടുത്തപ്പോൾ എന്ത് കിട്ടി എന്ന് നാട്ടാരറിയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പല പ്രദേശത്തു നിന്നും മുഴങ്ങിക്കേട്ടത്. കൊടുവള്ളിയിൽ നിന്നും VM ഉമർ മാസ്റ്ററെ തിരുവമ്പാടിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ അനുകൂലികളും ബന്ധുക്കളും പ്രദേശത്തെ ചില പ്രമുഖരായ ലീഗ് കുടുംബങ്ങളും എതിർ സ്ഥാനാർത്ഥി കാരാട്ടിന് വോട്ട് നൽകിയതായി ആരോപണമുണ്ട്. ലീഗ് സ്ഥാനാർത്ഥിക്കൊപ്പം രാപ്പകൽ പ്രചരണത്തിന് പോയ പ്രമുഖ പ്രവർത്തകർ കാലുവാരിയതായി വോട്ടെടുപ്പ് ദിവസം തന്നെ ആരോപണം ഉയർന്നിരുന്നു. അഴിമതിക്കെതിരെയുള്ള വിജയമാണ് കൊടുവള്ളിയിലേതെന്ന് കാരാട്ട് റസാഖ് പറഞ്ഞു. AP സുന്നി വിഭാഗത്തിന്റെ വോട്ടാണ് തന്നെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ ഘടകമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ പുറമെ AP ഉസ്താദിന്റെ വിഭാഗമാണ്. അപ്പോൾ അതുകൂടി ലഭിച്ചപ്പോഴാണ് വലിയ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് നടത്തുന്ന തെറിയഭിഷേകങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാകുന്നു. പാർട്ടിയുടെ ഉന്നതരായ പല സ്ഥാനാർത്ഥികളും ദയനീയമായി പരാജയപ്പെടുകയും മന്ത്രിമാരടക്കം പരാജയത്തിന്റെ വക്കോളമെത്തുകയും ചെയ്തിട്ടും തുച്ഛമായ വിജയത്തിന്റെ പേരിൽ ലീഗ് പ്രവർത്തകർ ആഹ്ലാദത്തിന്റെ പേരിൽ ഉറഞ്ഞുതുള്ളുകയാണ്. കാന്തപുരം ഉസ്താദിനെയും സുന്നി പ്രവർത്തകരെയും നീചവും നികൃഷ്ടവുമായ പദപ്രയോഗങ്ങളിലൂടെ നടത്തുന്ന തെറിപ്പൂരം നിഷ്പക്ഷമതികളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. മരിച്ചുപോയ 4ഉം 5ഉം തലമുറകളെ വരെ തെറി പറയാതെ ഇവർ വിടുന്നില്ല. ഇസ്ലാമിക ആരാധനകളെയും മൗലിദിനെയും മറ്റും പരിഹസിച്ചുകൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം വിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണ്. കോലങ്ങൾ കത്തിക്കുകയും ശവമടക്കലുമെല്ലാം ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിലാണ് അത്ഭുതം. 91 സീറ്റിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടും ഇടതുപക്ഷം വിജയിച്ച സ്ഥലങ്ങളിലൊന്നും ലീഗ് നേതാക്കൾക്കെതിരെ ഇടതുപക്ഷം ഇത്തരം സംസ്കാരശൂന്യമായ തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. എന്നിരിക്കെ മുസ്ലിം ലീഗ് കേവല വിജയത്തിന്റെ പേരിൽ മതത്തെയും മതനേതാക്കളെയും മതചിഹ്നങ്ങളെയും ചവിട്ടിമതിക്കുന്നത് പാർട്ടിയുടെ സംസ്കാരത്തെയാണ് വിളിച്ചറിയിക്കുന്നതെന്ന് നിഷ്പക്ഷമതികൾ പറയുന്നു. ഇടതുമുന്നണി മന്ത്രിസഭയിൽ CPIയിൽ നിന്ന് 4 പുതുമുഖങ്ങൾ. E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, K രാജു എന്നിവരാണ് മന്ത്രിമാരാവുക. മുൻ മന്ത്രിമാരായ C ദിവാകരന്റെയും മുല്ലക്കര രത്നാകരന്റെയും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് CPI സംസ്ഥാന കൌൺസിലിന്റെ തീരുമാനം. രാവിലെ ചേർന്ന നിർവാഹക സമിതിയിൽ തന്നെ C ദിവാകരനും മുല്ലക്കര രത്നാകരനും പ്രതിഷേധമറിയിച്ചു. തുടർന്ന് തീരുമാനം സംസ്ഥാന കൌൺസിലിന് വിട്ടു. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം തന്നെ കൌൺസിൽ അംഗീകരിച്ചു. അങ്ങനെ E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, K രാജു എന്നിവർക്ക് മന്ത്രിപദവിയിലേക്ക് വഴി തുറന്നു. പരിചയസമ്പന്നത എന്നത് നിയമസഭാ പ്രവർത്തനത്തിനാണ്.
ഇവരെല്ലാം നിയമസഭയിൽ ഒന്നും രണ്ടും തവണ മത്സരിച്ചിട്ടുള്ളവരും ജയിച്ചിട്ടുള്ളവരും നന്നായി നിയമസഭാ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. അങ്ങനെ നിയമസഭാ പ്രവർത്തനം നടത്തിയവരാണ് കഴിഞ്ഞ 2006 ബിനോയ് വിശ്വവും കെ പി രാജേന്ദ്രനും. അന്ന് ന്യൂ കമറായിരുന്നു സി ദിവാകരനും മുല്ലക്കര രത്നാകരനും. അവർക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനാണ് നിയമസഭാ കക്ഷി നേതാവ്. വി ശശിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. മന്ത്രിസ്ഥാനത്തിന് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി സ്ഥാനങ്ങൾ ഒഴിയുമെന്ന് മുല്ലക്കര രത്നാകരൻ യോഗത്തിൽ പറഞ്ഞു. ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് സി ദിവാകരനും പറഞ്ഞു. വകുപ്പുകൾ സംബന്ധിച്ച് 25-ന് ഇടതുമുന്നണി തീരുമാനമെടുക്കും. CPM മന്ത്രിമാരുടെ വകുപ്പുകളെക്കുറിച്ച് ധാരണയായി. മുഖ്യമന്ത്രിയാകുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. തോമസ് ഐസക് ധനകാര്യവും, EP ജയരാജൻ വ്യവസായവും, AK ബാലൻ തദ്ദേശ സ്വയംഭരണവും പട്ടികവർഗ ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും. KK ശൈലജയ്ക്ക് ആരോഗ്യവും, മേഴ്സിക്കുട്ടിയമ്മക്ക് ഫിഷറീസ്, തുറമുഖ വകുപ്പുകളും ലഭിക്കും. കടകംപള്ളി സുരേന്ദ്രന് വൈദ്യുതിയും, C രവീന്ദ്രനാഥിന് വിദ്യാഭ്യാസ വകുപ്പും, KT ജലീലിന് ടൂറിസവും, AC മൊയ്തീന് സഹകരണവും, TP രാമകൃഷ്ണന് തൊഴിൽ, എക്സൈസ് വകുപ്പുകളുമാണ് ധാരണയായിരിക്കുന്നത്. CPM മന്ത്രിമാരുടെ പട്ടിക സംസ്ഥാന സമിതി അംഗീകരിച്ചു. പിണറായി വിജയനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഗവർണർ P സദാശിവത്തെ കണ്ട് പിണറായി വിജയനെ CPM നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത വിവരം അറിയിച്ചു. MLAമാരുടെ പിന്തുണ അടങ്ങിയ കത്ത് ഗവർണർക്ക് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണർ ക്ഷണിച്ചു. ബുധനാഴ്ച രാവിലെ 9:30-ന് പിണറായി ഗവർണറെ കാണുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. ഘടകകക്ഷി നേതാക്കളായ ഇ ചന്ദ്രശേഖരൻ, AK ശശീന്ദ്രൻ എന്നിവരും കോടിയേരിക്കൊപ്പമുണ്ടായിരുന്നു. 10 വർഷത്തിനുമേൽ പഴക്കമുള്ള 2000 cc ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കൊച്ചി സർക്യൂട്ട് ബെഞ്ച്. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധി 1 മാസത്തിനകം നടപ്പാക്കാനാണ് നിർദ്ദേശം. 10 വർഷം പിന്നിട്ടാൽ XUV മുതൽ ബസ്സുകൾ വരെ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്നാണ് കൊച്ചിയിലെ ഗ്രീൻ ട്രിബ്യൂണൽ സർക്യൂട്ട് ബെഞ്ചിന്റെ ആദ്യ ഉത്തരവ്. 1 മാസം കൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. തുടർന്നും വാഹനങ്ങൾ നിരത്തിൽ തുടർന്നാൽ കണ്ടുകെട്ടണം. ഉടമകളിൽ നിന്ന് 10,000 രൂപ നഷ്ടപരിഹാരവും ഈടാക്കണം. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് ഇത്തരം ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കാരണമാകുമെന്നാണ് ദേശീയ അധ്യക്ഷൻ J. സ്വതന്ത്രകുമാർ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഡൽഹിയിലും സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചി നഗരമാണ് ഏറ്റവുമധികം മലിനീകരണ പ്രശ്നങ്ങൾ നേരിടുന്നത്. സൾഫേറ്റും അമോണിയയും അടങ്ങിയ ഹാനികരമായ വാതകങ്ങൾ ഇത്തരം വാഹനങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ടെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. ലോയേഴ്സ് എൻവറോൺമെന്റൽ അവയർനെസ് ഫോറം സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഗ്രീൻ ട്രിബ്യൂണൽ സർക്യൂട്ട് ബെഞ്ചിന്റെ ഉത്തരവ്. തമിഴ്നാട്ടിൽ 500 വിദേശ മദ്യഷാപ്പുകൾ പൂട്ടാൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ഉത്തരവ്. സത്യപ്രതിജ്ഞ ചെയ്ത് മിനിറ്റുകൾക്കകമാണ് ഉത്തരവിറക്കിയത്. കടകളുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയാക്കി ക്രമീകരിച്ചു. മദ്രാസ് സർവകലാശാലയിലെ ശതാബ്ദി ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കില്ലെന്ന കീഴ്വഴക്കം തെറ്റിച്ച് MK സ്റ്റാലിൻ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ ദിവസം മുഖ്യമന്ത്രി ജയലളിത പ്രധാനപ്പെട്ട 5 ഉത്തരവുകളിൽ ഒപ്പുവെച്ചു. ഉത്തരവുകളെല്ലാം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ ഉപഭോക്താക്കൾക്കും ആദ്യ 100 യൂണിറ്റ് വൈദ്യുതി സൌജന്യം. മുഴുവൻ കാർഷിക വായ്പകളും എഴുതിത്തള്ളി. നിർധന പെൺകുട്ടികൾക്ക് വിവാഹ സഹായം 8 ഗ്രാം സ്വർണമാക്കി ഉയർത്തി. കൈത്തറിക്കാർക്കുള്ള സൌജന്യ വൈദ്യുതി 750 യൂണിറ്റായി ഉയർത്തി. CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ MM മണിക്ക് ചീഫ് വിപ്പ് സ്ഥാനം നൽകാൻ CPM സംസ്ഥാന സമിതിയിൽ തീരുമാനമായി. ഉടുമ്പൻചോല മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ 1109 വോട്ടിന് തോൽപ്പിച്ചാണ് മണി നിയമസഭയിലെത്തിയത്. മണി ഒഴികെയുള്ള എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മന്ത്രിപ്പട്ടികയിലുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട്ടെ വോട്ട് ചോർച്ച, BJP BDJS ബന്ധത്തിൽ വിള്ളൽ, ആരോപണത്തിൽ നിന്ന് തടിയൂരാനാവാതെ മുസ്ലിം ലീഗ്. തിരൂരിൽ ലീഗ് ആഹ്ലാദ പ്രകടനത്തിനിടെ സുന്നി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവം, 3 ലീഗുകാർ കൂടി അറസ്റ്റിലായി. പിടിയിലായ 7 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. ബാക്കിയുള്ള പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. പെരുമണ്ണയിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ ലീഗ് ആക്രമണം, 5 പേർക്ക് പരിക്ക്. CPI മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. C ദിവാകരനും മുല്ലക്കരയും മന്ത്രിമാരാകില്ല. പിണറായി വിജയന് മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറുടെ ക്ഷണം.
വോട്ട് ചോർച്ചയിലെ കാരണങ്ങൾ ചികഞ്ഞന്വേഷിച്ച് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റികൾ തിങ്കളാഴ്ച മുതൽ. 10 വർഷത്തിനുമേൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് ഗ്രീൻ ട്രിബ്യൂണൽ. തമിഴ്നാട്ടിൽ 500 വിദേശ മദ്യഷാപ്പുകൾ പൂട്ടാൻ ജയലളിത ഉത്തരവിട്ടു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.